നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിക്ക് പുറത്തേക്ക് തൊഴിലാളികൾ പോകുന്നത് തടഞ്ഞുകൊണ്ട് നഗരസഭ കഴിഞ്ഞ ദിവസം സർക്കുലർ പുറത്തിറക്കിയിരുന്നു. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി സാമൂഹ്യ അകലം പാലിക്കുവാൻ വേണ്ടിയാണ് വിവിധ എമിറേറ്റ്സുകൾ യാത്രാ നിയന്ത്രണം ഇപ്പോൾ കടുപ്പിച്ചിരിക്കുന്നത്. അടിയന്തര ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള അനുമതി 3 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഭക്ഷണമോ മരുന്നോ വാങ്ങാനോ മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കോ പുറത്തിറങ്ങണമെങ്കിൽ ദുബായിലെ താമസക്കാർ വെബ്സൈറ്റ് വഴി അപേക്ഷിച്ചിരിക്കണം. ഇതാണ് നിലവിലെ നിയമം. ഇതാണ് 3 ദിവസത്തിൽ ഒരിക്കലായി ചുരുക്കിയിരിക്കുന്നത്. പുറത്തു പോകുന്നതിന് അനുവാദം നൽകുന്ന ദുബായ് പോലീസിന്റെ വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഉള്ളത്. ഇത് പ്രകാരം ഒരു വ്യക്തിക്ക് 3 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ പുറത്തു പോകുവാൻ അനുവാദം ലഭിക്കൂ. ATM-ൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് 5 ദിവസത്തിൽ ഒരിക്കലാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുക. ജനങ്ങൾ വീടുകളിൽ തന്നെ ഇരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനാണ് ഇത്. ദുബായ് പോലീസ് യാത്രയ്ക്ക് പെർമിറ്റ് ഏർപ്പെടുത്തിയിരുന്നു. പേര്, എമിറേറ്റ്സ് ID, ആവശ്യം, വിലാസം, പൗരത്വം എന്നിവ നൽകിയിരിക്കണം. COVID-19 നേരിടുന്നതിന് ശക്തമായ നടപടികളാണ് എന്തായാലും UAE സ്വീകരിച്ചു വരുന്നത്. ദുബായ് പോലീസിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ആവശ്യമായ അനുമതി പത്രം ലഭിക്കുകയും ചെയ്യും. ദുബായിക്ക് പിന്നാലെ ഷാർജയും തൊഴിലാളികളുടെ യാത്ര കർശനമായി നിയന്ത്രിച്ചുകൊണ്ട് ഉത്തരവിട്ടിരുന്നു. എമിറേറ്റ്സ് പുറത്തേക്ക് തൊഴിലാളികളെ കൊണ്ടുപോകരുതെന്നാണ് ഷാർജ സാമ്പത്തിക വികസന വകുപ്പ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. പുറത്തു നിന്നുള്ള തൊഴിലാളികൾക്ക് ഷാർജയിലേക്കും പ്രവേശനമില്ല. നിയമലംഘനത്തിന് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് വരെ നൽകിയിരുന്നു. ദുബായിക്ക് പുറത്തേക്ക് തൊഴിലാളികൾ പോകുന്നത് തടഞ്ഞുകൊണ്ട് നഗരസഭ കഴിഞ്ഞ ദിവസമാണ് സർക്കുലർ പുറത്തിറക്കിയത്. COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി സാമൂഹ്യ അകലം എത്രമാത്രം കൃത്യമായി പാലിക്കണമെന്ന് ഉറപ്പിക്കാനാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത്. നിർമ്മാണ മേഖലയിലെ കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശമാണ് അബുദാബി അടക്കമുള്ളവർ നൽകുന്നത്. നിയമലംഘനത്തിന് കമ്പനികൾക്ക് 10,000 ദിർഹം വരെ പിഴ ചുമത്തും. കുറ്റം ആവർത്തിക്കുന്നത് കമ്പനി അടച്ചുപൂട്ടുന്നതിലേക്ക് നയിക്കുമെന്നും അബുദാബി സാമ്പത്തിക വികസന വകുപ്പ് അറിയിച്ചു. COVID-19 പ്രതിരോധത്തിൽ വരുന്ന 4 ആഴ്ച UAE സംബന്ധിച്ച നിർണായകരം തന്നെയാണ്. രോഗികളുടെ എണ്ണം കൂടുന്ന നിർണായകമായ 4 ആഴ്ചകളാണ് ഇനി വരുന്നത്. അതിൽ തന്നെ ഏറ്റവും നിർണായകമായത് വരുന്ന 2 ആഴ്ചകളാണ്. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യം കടുത്ത യാത്രാ നിയന്ത്രണം ശക്തമാക്കിയിരിക്കുന്നത്. COVID-19 ബാധിതരെ കണ്ടെത്തുവാൻ സഹായിക്കുന്ന ഹെൽമെറ്റുകളുമായി ദുബായ് ഗതാഗത വകുപ്പ് വരെ രംഗത്തിറങ്ങിയിരുന്നു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഹെൽമെറ്റ് ധരിച്ചാൽ എതിരെ വരുന്ന ആളുടെ ശരീര ഊഷ്മാവ് അതിൽ രേഖപ്പെടുത്തും. കൂടാതെ ഹെൽമെറ്റിലെ ക്യാമറയിലൂടെ ഈ മുഖങ്ങൾ തിരിച്ചറിയുവാനും കാർ നമ്പർ രേഖപ്പെടുത്തുവാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഹെൽമെറ്റാണ് UAE ഇറക്കിയത്. എത്ര ഹെൽമെറ്റ് ധരിച്ച പോലീസുകാർ ദുബായ് മെട്രോയിൽ പരീക്ഷണം നടത്തി നോക്കി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇവ പ്രയോജനം ചെയ്യുമെന്ന് ദുബായ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് പോലീസും പബ്ലിക് സെക്യൂരിറ്റി തലവനുമായ ലഫ്റ്റനന്റ് ജനറൽ ദാഹി ഖൽമാൻ തമീം വ്യക്തമാക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ഗൾഫിലെ ആദ്യത്തെ രാജ്യമാണ് UAE. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.